എൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് RNN ആണ്. RNN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക് ഡിസൈൻ ടു വർക്ക് വിത്ത് സീക്വൻഷ്യൽ ഡാറ്റ. സീക്വൻഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഓർഡറുള്ള ഡാറ്റയാണ്. പിന്നെ അൺലൈക്ക് നോർമൽ ന്യൂറൽ നെറ്റ്വർക്ക്, RNN റിമെമ്പേഴ്സ് പാസ്റ്റ് ഇൻഫർമേഷൻ യൂസിങ് ഹിഡൻ സ്റ്റേറ്റ്. അതായത് മറ്റുള്ള നോർമൽ ന്യൂറൽ നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് ഇതൊരു ഹിഡൻ സ്റ്റേറ്റിൽ ഇതിൻ്റെ മെമ്മറീസ് മീൻസ് റിമെമ്പർ ചെയ്യും. അപ്പോൾ മെമ്മറി ആണ് ഇതിൻ്റെ ഒരു കീ ഡിഫറൻസ് ആയിട്ട് പറയുന്നത് മറ്റുള്ള ന്യൂറൽ നെറ്റ്വർക്ക്സിൽ നിന്ന്. ഇനി YRNN എന്ന് പറയുന്നതിന് തന്നെ നോർമൽ ന്യൂറൽ നെറ്റ്വർക്കിനെ പറ്റി ഒന്ന് പറയണം. നോർമൽ ന്യൂറൽ നെറ്റ്വർക്കിൽ ട്രീറ്റ്സ് ഇൻപുട്ട് ഇൻഡിപെൻഡൻ്റ്ലി ആണ്. അതായത് ഓരോ വേർഡായിട്ടാണ് അതിൽ എടുക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു മെയിൻ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് അതിൽ കൊടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റിന്റെ അടുത്ത വേർഡ് അതിന്റെ ആദ്യത്തെ വേർഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ ഒരു മെമ്മറി ഇല്ലാത്തത് കൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ സ്പീച്ചും ഇതുപോലെ തന്നെ ഒരു സീക്വൻഷ്യൽ ഡാറ്റയാണ്, അതിലും ഇതേ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മുടെ സ്റ്റോക്ക് പ്രൈസസും കാര്യങ്ങളൊക്കെ. സ്റ്റോക്ക് പ്രൈസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കും. അപ്പം പ്രീവിയസ് ഡേയിലെ സ്റ്റോക്കിന്റെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളെ പുതിയൊരു ദിവസത്തെ സ്റ്റോക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ RNN ആണ് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. നമ്മൾ നോർമൽ ന്യൂറൽ നെറ്റ്വർക്കിൽ ഇങ്ങനെ മെമ്മറീസ് ഒന്നും ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാവും. ഈ ഒരു കേസിനാണ് ഈ RNN ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ RNN എന്ന് പറയുന്നത് മെമ്മറി ഉള്ളത് കൊണ്ട് തന്നെ പഴയ കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് എടുക്കുകയാണ്, I love you എന്നുള്ള ടെക്സ്റ്റ് ആണെങ്കിൽ ഐയും ലവും യുവും ഒക്കെ കറക്റ്റ് ഓർഡറിൽ മെമ്മറി ചെയ്യുന്നതുകൊണ്ട് തന്നെ അടുത്ത വേർഡ് പ്രെഡിക്റ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റോക്കിന്റെ കാര്യത്തിന് എല്ലാത്തിനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ RNN എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതാണല്ലോ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. RNNന്റെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ആദ്യം നമ്മളൊരു വേർഡ് കൊടുക്കുകയാണെങ്കിൽ അത് വൺ ബൈ വൺ ആയിട്ടാണ് RNNലേക്ക് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. I love you AI എന്നുള്ളതാണെങ്കിൽ ആദ്യത്തേത് I എന്നുള്ളത് എടുക്കും, അത് കഴിഞ്ഞിട്ട് ലവ് എടുക്കും, അത് കഴിഞ്ഞിട്ട് AI എന്നുള്ളത് എടുക്കും. എന്നിട്ട് ഇത് ഹിഡൻ സ്റ്റേറ്റിലേക്ക് പോകും, അതായത് മെമ്മറിയിലേക്ക് പോകും. അതിനുശേഷമാണ് ഔട്ട്പുട്ട് തരുന്നത്. അങ്ങനെയാണ് ഈ RNN ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിന്റെ കുറച്ച് സിമ്പിൾ എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് പ്രഡിക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഇപ്പോൾ ഒരു വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വേർഡ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് കിട്ടുന്നതൊക്കെ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ സെന്റിമെന്റ് അനാലിസിസ്, അതായത് ഒരു മൂവി റിവ്യൂ ഒക്കെ ആണെങ്കിൽ RNN ഓരോ വേർഡും വൺ ബൈ വൺ ആയിട്ട് റീഡ് ചെയ്തിട്ട് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ റിവ്യൂ പോലെ തരും. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്റ്റോക്ക് പ്രഡിക്ഷൻ, പാസ്റ്റ് വാല്യൂസ് വെച്ചിട്ട് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യും. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോ കംപ്ലീറ്റ് നമ്മുടെ വാട്സപ്പിലും അതുപോലെ തന്നെ ജിമെയിലും കാര്യങ്ങളിലൊക്കെ ഓട്ടോ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ തന്നെ RNNന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് സിറി, അലക്സ, വോയിസ് റെക്കഗ്നിഷനും കാര്യങ്ങളൊക്കെ. പിന്നെ മ്യൂസിക്, സ്റ്റോറി ജനറേഷൻ, ടൈം സീരീസ് പ്രഡിക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഈ RNN ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ചലഞ്ചസ് പറയുകയാണെങ്കിൽ ഇത് വാനിഷിംഗ് ഗ്രേഡിയൻ പ്രോബ്ലം ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ചലഞ്ചാണ്. വിച്ച് മീൻസ് ഡിഫിക്കൽറ്റി ടു റിമെമ്പർ ലോങ് സീക്വൻസസ്. അതായത് വലിയ സീക്വൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിമെമ്പർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഹാർഡ് ടു ട്രെയിൻ ലോങ് ടേം മെമ്മറീസിനെ ട്രെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് ഈ RNN. ഈ ഒരു സാഹചര്യത്തിനാണ് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് RNNന്റെ അതായത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള RNNകൾ വരുന്നത്. അതിലൊന്നാണ് LSTM എന്ന് പറഞ്ഞാൽ ലോങ് ടേം മെമ്മറി. പിന്നെ GRU, ഗേറ്റഡ് റെക്കറന്റ് യൂണിറ്റ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള മെമ്മറി പവർ ഉള്ളതും ഇതുള്ള ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടുഡേസ് റിയാലിറ്റി നോക്കുകയാണെങ്കിൽ RNN റെവല്യൂഷണറി ബട്ട് ഇപ്പം കുറച്ച് ChatGPT BERT ഒക്കെ പോലുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട് തന്നെ RNN അത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം വെച്ചാൽ അത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ലോങ് കോണ്ടെക്സ്റ്റിലുള്ള സാധനങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതും ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ടോപ്പിക്. എന്തെങ്കിലും